ഇവിടെ ഒരാൾ ഡ്രൈവിംഗ് പഠിക്കുകയാണ്. ഇയാൾ ഇതുവരെ ഡ്രൈവിംഗ് ഒരു സ്കൂളും ചേർന്നിട്ടില്ല, ഒരു കാർ ഇതുവരെ ഓട്ടിയിട്ടില്ല. അദ്ദേഹം ഹൗ ടു ഡ്രൈവ് എ കാർ എന്നൊരു പുസ്തകം എടുത്തു. എന്നിട്ട് അവിടെ കാറിൽ വെച്ച് ഇരുന്നിട്ട് മൂപ്പര് അത് വായിച്ചിട്ട് ഇങ്ങനെ കാർ ഓട്ടാൻ പോവാണ്. എന്തായിരിക്കും സ്ഥിതി? ഹൗ ടു ഡ്രൈവ് എന്ന ഒരു ഗ്രന്ഥം വായിച്ച് കാർ ഓട്ടിയാൽ മുമ്പിൽ തൽക്കാലം ആരും നിൽക്കാതിരിക്കുക നല്ലത്, മുമ്പിൽ ഒരു ചുമരില്ലാതിരിക്കുക നല്ലത് അല്ലേ? മഹാ അപകടം സംഭവിക്കും. അഥവാ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അത് എങ്ങനെ പഠിക്കണം, എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ ജീവിതത്തിൽ പകർത്തണം എന്ന് അവരവരല്ല തീരുമാനിക്കേണ്ടത്. അതെങ്ങനെ വേണം? എൻ്റെ വാചകം ശ്രദ്ധിക്കണേ. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും എങ്ങനെ പഠിക്കണം, മനസ്സിലാക്കണം, വ്യാഖ്യാനിക്കണം, ജീവിതത്തിൽ പകർത്തണം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹദീസും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ഫഖദ് ഇഹ്തദൗ. അതെ, അവരെങ്ങനെ വിശ്വസിച്ചുവോ അതുപോലെ നിങ്ങൾ വിശ്വസിക്കുക. ആരാണ് അവർ എന്ന് പറയുന്നത്? സ്വഹാബികളാണ്. അപ്പോൾ അതിലാർക്കും തർക്കമില്ല. ആ സ്വഹാബികൾ എങ്ങനെ വിശ്വസിച്ചുവോ അതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. ഇനി ആ മാർഗം നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ കക്ഷിത്വങ്ങളിലാകും. അപ്പോൾ 43-45 വെച്ച് കക്ഷിയുണ്ടാകാൻ കാരണം 43-45 എന്ന ആയത്ത് അത് ഓതിയ പ്രവാചകനും അത് കേട്ട സ്വഹാബത്തും എങ്ങനെ മനസ്സിലാക്കി എന്ന ആ മാനദണ്ഡം, ആ രീതിശാസ്ത്രം തെറ്റിപ്പോയി എന്നതുകൊണ്ടാണ് ജാറങ്ങളിലേക്ക് പോയി അവിടെ മരിച്ചു കിടക്കുന്നവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഖുർആനിലുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ.